ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈജ കൃഷ്ണജോട് പറയുന്നുണ്ട്, ഇവൾക്ക് എന്തറിയാമെന്ന്, ഇവൾക്ക് വയ്യാത്തവരുടെ മലോ മൂത്രമൊക്കെ കോരാനല്ലാതെ ഇവൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അത് അത്ര വലിയ നിസ്സാര പണിയൊന്നല്ല, കിടപ്പ് രോഗികളെ നോക്കാൻ നല്ല പണിയാണ്, അതൊരു എല്ലാവർക്കും പറ്റുന്ന പണിയല്ല, അത് മദർ തെരേസ ചെയ്തിരുന്നില്ല, അപ്പോൾ അത്രയും വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജ അവളുടെ അമ്മോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ അവരുടെ വായിലുള്ളത് കേട്ടപ്പോൾ സമാധാനമായില്ലേ, അച്ഛൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ അവരുടെ ആൾക്കാരോട് പെരുമാറുന്നതനുസരിച്ച് പെരുമാറണം, അല്ലെങ്കിൽ വായിലുള്ളത് കേൾക്കുന്നൊക്കെ പറഞ്ഞില്ലേ അമ്മോട് എന്നൊക്കെ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്ത് വരികയാണ്, കോളേജ് വിട്ട് വരികയാണ്. അപ്പോൾ ഹരീനെ കണ്ടപ്പോൾ ആടാ നീ എപ്പോഴാണ് എത്തിയാൽ, ഞാൻ ഉച്ചയ്ക്ക് എത്തി, നീ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ട് എനിക്ക് ഇത്ര നേരം എനിക്ക് ബോറടിച്ചില്ലേ, അതിനെങ്ങനെ ബോറടിക്കുക, അനിയൻ ഉണ്ടായിരുന്നില്ലേ കൂട്ടിന്, ഞങ്ങൾ നിൻ്റെ റൂമിൽ കുറേ നേരം പോയിരുന്നു, അപ്പോൾ മുത്തശ്ശി ഉണ്ടാകുന്നില്ലേ, മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്ത്, അതൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കെട്ടിപ്പിടിക്കലോ ഒരു ഹഗ് ഒരു ഉമ്മ മാത്രമേ നടന്നിട്ടുള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി വെറുതെ രോഹിത്തിനോട് ഓരോന്ന് പറഞ്ഞ് നോണ പറഞ്ഞു. പിന്നെ അവൻ മോതിരം കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് രാത്രി ഇന്ന് ഞാൻ അലീനയ്ക്ക് കൊടുക്കും, ഞാൻ അവൾ വിളിച്ചോടുത്ത് വരും, അതൊക്കെ ഞാൻ ഫോണ് പറഞ്ഞൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രോഹിത്തിന് വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്, ആകാംക്ഷ തോന്നുന്നുണ്ട്. അപ്പം പറയുന്നത് രാത്രി ഞാൻ അവൾ വിളിച്ചാൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഉറങ്ങട്ടെ, അപ്പം ഇന്ന് ഞാൻ ഇവിടുന്ന് പോകണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മളെ ബാലചന്ദ്രൻ വൈജോട് പറയുന്നുണ്ട്, മതി വൈജയെ കഴിച്ചത്, എൻ്റെ തടിയൊക്കെ ഇത്തിരി കുറയ്ക്കുക, എനിക്ക് തടി ഓവറാണെന്നൊക്കെ പറയുന്നുണ്ട്. എക്സസൈസും ചെയ്യില്ല ഒന്നും ചെയ്യില്ല. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട് ഓൺലൈനിൽ വല്ല ഒറ്റമൂലി കിട്ടുന്നുണ്ടോ, മരുന്ന് കിട്ടുന്നുണ്ടോ നോക്കുന്നുണ്ട്, അത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റമൂലി നോക്കുക എന്നുള്ളതാണ്, എക്സസൈസ് ചെയ്യണമെന്ന്, നടന്നാൽ അത്രയും മതി ഒരു തടി കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛനും കുറവൊന്നുമല്ല, അച്ഛനും നല്ല തടിയാണ്, ഞാൻ എവിടെ തടി, ആകെ 2-3 കിലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ഹരിയോട് ചോദിക്കേണ്ട, എടാ എൻ്റെ അച്ഛൻ വിളിക്കലില്ലേ ചോദിക്കേണ്ട. മക്കളുടെ വിചാരം അച്ഛന്മാർ വെറുതെ ഇരുന്ന് കാശ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്, മക്കൾക്ക് അത് ചിലവാക്കുക എളുപ്പ പണിയല്ലേ, അങ്ങനെയൊക്കെ വിചാരം, നിങ്ങൾക്കൊക്കെ ചിലവാക്കാതെ എളുപ്പമാണ്, അച്ഛന്മാർ അവിടെ നിന്ന് എത്ര കഷ്ടപ്പെടണമെന്നൊന്നും നിങ്ങൾ അറിയണില്ല എന്നൊക്കെ ബാലചന്ദ്രൻ ഹരിയോട് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജ വീണ്ടും ചിരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നമ്മളെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്, നീ വല്ലാതെ ചിരിക്കേണ്ടെന്ന് കൃഷ്ണജയോട് പറയുന്നത്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഹരി നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ്. മുത്തശ്ശി ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വേഗം അലീനയുടെ ബാഗ് തുറന്നിട്ട് ആ മോതിരം വെക്കുന്നുണ്ട്. ആ മോതിരം വെച്ചിട്ട് മെല്ലെ മുത്തശ്ശി നീട്ടിട്ടില്ല, മുത്തശ്ശി അറിയാതെ മെല്ലെ മേലേക്ക് കയറി പോകണില്ല. എന്നിട്ട് വീണ്ടും രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാത്രി എന്തായാലും അവൾക്ക് ഈ മോതിരം നീ കണ്ടോ, നാളെ രാവിലെ അവളുടെ കയ്യിലുണ്ടാവും, ഞാൻ എന്തായാലും ഇത് അവൾക്ക് കൊടുക്കും, ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, അവൾക്ക് ഞാൻ 500 രൂപയുടെ നോട്ട് കൊടുത്തപ്പോൾ അവൾ എൻ്റെ വലയിൽ വീണു, അവൾക്ക് പൈസ മതി, അവൾക്ക് വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഇങ്ങനെയൊന്നുമില്ല, അവളെ കണ്ട നല്ല ചേച്ചിയാണ്, അവരെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. നിനക്കത് തോന്നുക, പിന്നെ അവൾ വീട്ടിലെ പണിക്കാരത്തിലല്ല, അവൾ എഞ്ചിനീയറും കളക്ടറൊന്നും ആവാൻ പോകണില്ലല്ലോ, അവൾക്ക് ഇനി എന്താ ജീവിതമില്ല, അവൾ ഇനി ആരെ കല്യാണം കഴിക്കണം, ഒരു പ്യൂന് പോലും കിട്ടില്ല, പിന്നെ എന്താ ഞാൻ അവളുടെ ജീവിതത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ വെറുതെ ഏഷണി കൂട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ, എല്ലാവരും ഉറങ്ങിയില്ലേന്ന് ഞാൻ ഒന്ന് പോയി താഴെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെല്ലേണ്ട അലീനയുടെ റൂമിലേക്ക്. അലീന അവിടെ കടക്കൊക്കെ, മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഹരിശങ്കർ പെട്ടെന്ന് ചെന്നപ്പോൾ അലീന ഞെട്ടിട്ടുണ്ട്. അലീന പറഞ്ഞു, എന്തിനാ അങ്ങനെ പേടിപ്പിനാ, പേടിച്ചോ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാണ്, രാത്രി നീ വാതിൽ തുറക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നീ ഈ വീടിൻ്റെ പുറത്താണെന്ന് പറയും, നീ ഞാൻ ആരാന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ ആരാന്ന് അനക്കും അറിയില്ല, നീ അവൻ്റെ പണി നോക്കിയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ മോളെ, അത് ഞാനാണ്, ഞാൻ നാളെ രാവിലെ ഒരു ലെമൺ ടീ വേണമെന്ന് പറയാൻ വന്നതാണ് മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. നീ അതല്ലല്ലോ പറഞ്ഞ, ഞാൻ വേറെ എന്താണല്ലോ കേട്ടതെന്ന് പറയുന്നുണ്ട്. വയസ്സായാലും ചെവിടിനും ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വൈജ അവിടേക്ക് കയറി വരുന്നുണ്ട്. വൈജയെ കണ്ടപ്പോൾ എന്താടാ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല പറഞ്ഞിട്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവൻ മേലെ പോകുന്നുണ്ട്. അപ്പോൾ അലീനോട് ചോദിക്കണം, അവൻ എന്താ പറഞ്ഞത്, അവൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് പറയുന്നുണ്ട്, അവൻ ആളത്ര ശരിയല്ല കേട്ടോ വൈജയെ പോകുമ്പോൾ, ശരിയില്ലാത്ത പെണ്ണുങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനും അവൾക്ക് കുറ്റമെന്ന് പറഞ്ഞ് തിരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ വൈജ വീണ്ടും മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഗുഡ് നൈറ്റ് അമ്മേന്ന് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വൈജയും പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കാൻ നമ്മുടെ രോഹിത് കോളേജ് വിട്ട് നേരത്തെ വരുന്നുണ്ട്. കോളേജ് വിട്ടിട്ട് വന്നിട്ട് അവന് തലവേദന എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മൾ അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രോഹിത് അലീനോട് മോശമായി പെരുമാറുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നെ നീ ഒരു ചേച്ചിയെ പോലെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ സമ്മതിക്കാതെ അവളെ കൈ കയറി പിടിക്കുന്നുണ്ട്. അലീന അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.